എമ്മി വിട്. ഞാൻ പ്രൊമിയോട് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇന്റർവ്യൂ കൊടുക്കാതിരിക്കണ്ടാന്ന്. അവരൊന്നും അങ്ങനെ ചെയ്തില്ല. എന്താ കാണിക്കണേ? എനിക്ക് തോന്നാൽ ഇത് ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നത് ശരിയാവോ? ഇത് ഇവര് ഇത്രയും മന്ദബുദ്ധിത്തരം കാണിക്കുന്നു ഞാൻ വിചാരിച്ചോ? ഞാൻ പറഞ്ഞതാ ഇത് വേണ്ടാന്ന്. ഓക്കെ, ഇപ്പൊ നീ എന്തായാലും തുടങ്ങിയില്ല, തീർക്ക്. ഹായ് ഹലോ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിതയും പ്രോമിയുമാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ എത്തിയിരിക്കുന്നത്. പരിപാടി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായോ? ക്ലൂ ഉണ്ടോ? ഹലോ, ഞാൻ വന്നോ? ഹലോ, അവിടെ പ്രശ്നമാണോ? മണ്ടന്മാർക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അവൻ തന്നെയല്ലേ ഇവൻ? അച്ഛനും മകനെ എത്രത്തോളം അറിയാം. നിങ്ങൾ തമ്മിൽ ഭയങ്കര വൈബാണ്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇതിലേക്കാണല്ലോ പറയുന്നത്. ഞങ്ങൾ നോക്കട്ടെ. ഞാനും നിതേ തമ്മിലുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും അവൻ ഈ ഒരു ആപ്പ് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യില്ല. ഏത് ഫോൺ സൈറ്റ് ആയിരിക്കും? അപ്പം തന്നെ ആക്ച്വലി ഈ വർഷം ഞാനൊരു വലിയ പരിപാടി പ്ലാൻ ചെയ്തു. ഈ വർഷം ഒരു താങ്ക്സ് ഗിവിംഗ് പോലെ. ഞങ്ങൾ 9 മക്കളിൽ ഞാൻ 9ാമനാണ്. എനിക്ക് 50 വയസ്സാവുന്ന കൊല്ലമാണത്, 50 years. അപ്പൊ എല്ലാവരും ചേർന്ന് ഞാനൊരു വലിയ പരിപാടി പ്ലാൻ ചെയ്തായിരുന്നു, 9ന്റെ 50 എന്ന് പറഞ്ഞിട്ട്. അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ബീന അതിനകത്ത്. ബീന അതിനകത്ത് ഉണ്ടാവില്ല, ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ അത് സംഭവിച്ചു. മൈൽസ്റ്റോൺ മേക്കേഴ്സില് ഇന്ന് മുതൽ ഇനി വരുന്ന ഒരു 13 ഡേയ്സില് ബാക്ക് ടു ബാക്ക് നമ്മൾ ഓണം സ്പെഷ്യൽ പ്രോഗ്രാംസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു തുടക്കമാണ് ഇന്ന്. അത്തം മുതൽ 10 ദിവസത്തേക്കല്ലേ എല്ലാരും ഓണം ആഘോഷിക്കുന്നത്. പക്ഷേ നമ്മൾ മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ ഒരു 13 ഡേയ്സിന്റെ ഓണം ആഘോഷമാണ്. എന്താ, ഞാനും ഇവിടെ ഉണ്ട്. ഞാനും ഇൻട്രൊഡക്ഷൻ പറയാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ചേച്ചി മുഴുവനും ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? പക്ഷെ ഇങ്ങനെ നിമ്മി മൈൽസ്റ്റോണിൽ എത്ര പ്രോഗ്രാമിന് വിളിച്ചാലും വരാൻ കൂട്ടാക്കാത്ത ഒരാളാണ്. അപ്പൊ പിന്നെ ഞാൻ പക്ഷെ നമ്മളിപ്പോ ഒരു നമ്മൾ ഇടപെടേണ്ടി വരും. അല്ല, നമ്മളൊരു ടീമായിട്ടാണല്ലോ വന്നത്. അപ്പൊ നമുക്കൂടെ ഒരു ചാൻസ് അല്ലേ? അങ്ങനെയാണല്ലോ വേണ്ടത്. അതെ, അത് തരാം. പക്ഷെ എല്ലാ കൊല്ലം ഇപ്പൊ കഴിഞ്ഞൊരു 3-4 കൊല്ലമായിട്ട് ഓണത്തിന്റെ പ്രോഗ്രാം ഞാനാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഹായ് ഹലോ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിതയും പ്രോമിയുമാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ എത്തിയിരിക്കുന്നത്. അല്ല അല്ല അല്ല, ഞങ്ങൾക്കൊരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അങ്ങനെ ഗസ്റ്റ് ഇടപെടണ്ട. അപ്പൊ അതായത് പരിപാടി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായോ? ക്ലൂ ഉണ്ടോ? ഹലോ, ഞാൻ വന്നോ? ഹലോ, അവിടെ പ്രശ്നമാണോ? ഓണത്തിന് ചൂടാൻ പറ്റാത്ത അപ്പം ഓണത്തല്ലിന്റെ എപ്പിസോഡ് 1 ആണ്. ഇനി പല തരത്തിലുള്ള ഓണത്തല്ലുകൾ മൈൽ സ്റ്റോണിലൂടെ നിങ്ങൾ കാണുന്നതായിരിക്കും. ഇവര് ടാർജറ്റഡ് ആണ് പ്രോമി. നമ്മുടെ ഉദ്ദേശം അവരെ തല്ലി തോപ്പിക്കുക എന്നുള്ളതാണ്. സോറി, ഞങ്ങൾ ചേട്ടനെന്നറിയോ, ഈശ്വര എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 22 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് അവളെ തോപ്പിക്കാൻ പറ്റില്ല. ഡോണ്ട് വെറി, ഇത്തവണ ഞാനുണ്ട്. ശരി, അപ്പൊ മനസ്സിൽ ലഡു പൊട്ടി. എന്നും എപ്പോഴും നീത പ്രോമി നിങ്ങൾ ഒരുമിച്ചിരുന്ന് നിങ്ങൾ എപ്പോഴും കാണാറുണ്ട് ഓരോ ഇന്റർവ്യൂസും വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം. പക്ഷെ ഇത്തവണത്തെ നമ്മുടെ ഓണത്തല്ലിലൂടെ ഇവരുടെ ഒരു നമുക്ക് ആദ്യം ഒരു സെഗ്മെന്റിലേക്ക് പോകാം. പക്ഷേ സെഗ്മെന്റ് വരുമ്പോ ഓർത്തോണം, നിങ്ങൾ ഒരു ടീം, ഞങ്ങൾ വേറൊരു ടീം. നമുക്ക് ഇവിടെ നമ്മുടെ ടീം ജയിക്കണം കേട്ടോ. പിന്നെ ഞാനും കേറിയത് തന്നെ രമ്യ ചേച്ചി പറഞ്ഞു ഞാൻ ഇന്ന് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി നോക്കണ്ട, ഇന്നത്തെ ഓണം ഞങ്ങളുടെ കയ്യിൽ നിന്നും പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെയാണോ? ഞങ്ങളൊരു കുടുംബം, നിങ്ങളൊരു കുടുംബം.
യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം. യെസ്, ഞാൻ ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ Yes. ഫസ്റ്റ് സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെഗ്മെന്റ് പേര് 5 ഇഞ്ച്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വഴിയെ നോക്കാം. ഓക്കെ, അതെ, അപ്പൊ പ്രോപ്പർട്ടീസ് വരട്ടെ. ഇത് നമ്മുടെ CD പൂസലെ പോലെ ഞങ്ങള് തന്നെ കൊണ്ടുവന്ന പണി വരുന്നുണ്ട് അവറാച്ച. അപ്പൊ നമ്മള് ഫസ്റ്റ് സെഗ്മെന്റ് 5 ഇഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് ചോദിക്കും, നിങ്ങളാണ് അതിന്റെ ഇവര് പറയും നിങ്ങൾ പറയൂ. നമ്മളൊരു കുടുംബം. അതെ, ഞങ്ങൾ നിങ്ങൾ കുടുംബം, നിങ്ങൾ പറയോ പറയാതിരിക്കോ, നിങ്ങൾ തോന്നി സമ്മതിച്ചാ മതി. അങ്ങനെ പറയരുത്. അപ്പടി சொல்ல മാട്ടേ. കൈയോട് പിടിച്ചോ. കൂടാതെ ഇതെന്താ കൈയോട് പിടിച്ചോ. ഐറ്റംസ് ഒക്കെ ഇതാ, പ്രോപ്പർട്ടി ഒക്കെ ലീഡർ ഇതൊക്കെ കൊടുത്തോളൂ. ഇത് എനിക്കല്ല, എടാ, ഇത് പിടിക്കുന്നത് ഇങ്ങനെയാണ് തോപ്പിക്കുന്നത് തോന്നുന്നത്. പിടിക്ക്. ഓക്കെ, പിടിച്ചോ. യെസ്. യേശുവേ. അപ്പം 5 ചോദ്യങ്ങളാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഞാൻ ചോദിക്കാൻ പോവാണ്. അച്ഛനും മകനും കോപ്പി അടിക്കരുത്, No. കേട്ടല്ലോ? No, അങ്ങനെ അപ്പൊ അത് നോക്കിക്കോണം. ടീം ലീഡറിന്റെ ഡ്യൂട്ടിയാണ്, നോക്കിക്കോണം. ഇങ്ങനെ. നടക്കൂല, അത് ചേട്ടാ, നടക്കൂല. കണ്ണിങ്ങനെയാണെങ്കിലും നോട്ടം അങ്ങോട്ടായിരിക്കണം. ശരി ശരി, നോക്കട്ടെ. എന്റെ കണ്ണ് കുത്തി പിടിച്ചോളൂ. അച്ഛനും മകനും. ഓക്കെ, പെണ്ണിമി നോക്കിക്കോണം. കോപ്പി അടിക്കാൻ പറ്റില്ല, All set. നോക്കരുത്. Yeah. ഓക്കെ, റെഡി. Yeah. അപ്പൊ അച്ഛനും മകനെ എത്രത്തോളം അറിയാം? നിങ്ങൾ തമ്മിൽ ഭയങ്കര വൈബാണ്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. ഞങ്ങൾ ഇന്നൊന്ന് നോക്കട്ടെ. ഞാനും നിതേ തമ്മിലുള്ളൂ അത്. അതല്ല, പ്രോമിസ് ചേട്ടനും നിതയും തമ്മിലുള്ള മനപ്പുറത്ത് ഞങ്ങൾ ഇൻസ്റ്റയിലൂടെയും യൂട്യൂബിലൂടെ ഒക്കെ കണ്ട് 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 ഞങ്ങളുടെ കൊച്ചിനെ ചങ്കടിക്കുന്നു. വേഗം ചോദിക്കും. ചോദിക്കാം. അതാ ഫസ്റ്റ് ചോദ്യം. ദേ, ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഒരു 10 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാ? അവന്റെ നിന്റെ അച്ഛനൊന്ന് കണ്ടെന്നോർത്ത് ഇപ്പൊ എന്താ കുഴപ്പം? ഇത് ഗെയിമാണ്, ഇത് ഗെയിമാണ്. അങ്ങനെയൊന്നുമില്ല. സെന്റൻസ് ആയിട്ടൊന്നും അത്ര ഡീറ്റെയിൽ എഴുതണ്ട. ഒറ്റ വരി എഴുതിയാ മതി. നമുക്ക് കണ്ടന്റ് ഉണ്ടാവണം, അത് എഴുതിയാ നോക്കിയാ മതി. കോപ്പി അടിക്കരുത്. ഇത് നിങ്ങൾ ഞാൻ എഴുതി കഴിഞ്ഞു, എന്റെ എഴുതി കഴിഞ്ഞു. അപ്പൊ ശരി, അമ്മയ്ക്കും ചേട്ടനും എന്താ തോന്നുന്നത്? ഇവർ എന്തായിരിക്കും അതറിയാം. ഏതാ? നിങ്ങൾ പറയാന്നല്ലേ ചോദിക്കണേ. ഇത് എന്താ അവൻ കാറ് ആദ്യം പോയി ഒരു കാറ് മേടിക്കും. അത് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ബെൻസ് ആയിരിക്കും. And the answer is മോനെ കാണിച്ചോ. Yes. അപ്പനും മോനും തമ്മിലുള്ള മനപ്പൊരുത്തം കണ്ടോ? ഓക്കേ, മാറ്റാമോ? ഇത് മാറ്റാമോ? വായിച്ചോളൂ, വായിച്ചോളൂ. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. ഇത്ര കുഞ്ഞായിട്ട് എഴുതണ്ട, കുറച്ച് വലുതായിട്ട് എഴുതൂ. സ്ക്രീനിലൂടെ ആൾക്കാർക്ക് കാണണ്ടേ? കുഞ്ഞു മനുഷ്യനല്ലേ? അല്ലല്ലോ, വലിയ ഹൃദയമല്ലേ? അപ്പൊ അതുപോലെ വലുതായിട്ട് എഴുതൂ. അത് മാത്രല്ല, ഇത്രയും വലിയ ബോർഡില്ലേ? വലുതായിട്ട് എഴുതൂ. ഓക്കെ, ശരി. രണ്ടാമത്തെ അടുത്ത ചോദ്യം. ഒരു മാസം മുഴുവൻ എല്ലാ ദിവസവും ഒരേ ഫുഡ് റിപ്പീറ്റ് ചെയ്ത് കഴിക്കാൻ കൊടുത്താൽ ഓക്കെ പറയാൻ ചാൻസ് ഉള്ള ഫുഡ് അത് ഏതായിരിക്കും? അവൻ എല്ലാ ദിവസവും കഴിക്കാൻ സാധ്യതയുള്ള ഫുഡ് ഏതായിരിക്കും അല്ലെ? എന്നും 365 ഡേയ്സും ഒരേ ഭക്ഷണം അവന് കൊടുത്തു കഴിഞ്ഞാൽ അവന് ഓക്കെ ആയിട്ട് പറയും, അത് കഴിച്ചോളൂ. മോനെ, നിന്റെ എനിക്ക് പോലും അങ്ങനെ അല്ല, എന്തോ എഴുതുന്നുണ്ട്. ഒരേ സാധനം തന്നെ കൊടുത്താൽ കുഴപ്പമില്ലാന്ന് പറയണ സാധനം പറയുന്ന അവൻ കഴിച്ചോളൂ, എന്തായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അവന് ഇഷ്ടമുള്ളത് അവൻ എഴുതിയിട്ടില്ല, അച്ഛൻ എഴുതിയിട്ട് റെഡി ആയിട്ടിരിക്കുക. തോപ്പിക്കോ? അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? മത്സരമാണ്. എടാ, എന്തെങ്കിലും ദാറ്റ് മീൻസ് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അതൊന്നും വേണ്ട കേട്ടോ, അത്രയ്ക്കൊന്നും സപ്പോർട്ട് ചെയ്യണ്ട. അവൻ മനസ്സിലാക്കി എഴുതാം. മോനെ, നീ കഥ എഴുതണ്ടടാ, ആ വാക്ക് മാത്രം എഴുതിയാ മതിയടാ മോനെ. എഴുതി കഴിഞ്ഞു. നോക്കട്ടെ, അമ്മ ഗസ് ചെയ്തേ. അമ്മയുടെ അമ്മ കുഴിമന്തി. സോ മോനെ അമ്മേനെക്കാട്ടി നന്നായിട്ട് അപ്പൻ അറിയാം. And the answer is fried rice. കണ്ടോ? ചെലിപ്പതി. അതൊന്നും അല്ല, ഇത് കോപ്പി പേസ്റ്റ് ആണ്. ഇത് ഞാനിവിടെ ആദ്യം എഴുതി കഴിഞ്ഞ് ഞാൻ മാറ്റി വെച്ചു പേന. റെക്കോർഡിനാണ് ഞങ്ങളുടെ ടീം കളഞ്ഞില്ല. അല്ല, അച്ഛൻ എഴുതിയത് മോൻ കണ്ടിട്ട് അവൻ അമ്മയ്ക്കും ചേട്ടനും ഞെട്ടിപ്പോയി. ഫ്രൈഡ് റൈസ് ഞാൻ ആദ്യം എഴുതി ഞാൻ മാറ്റി വെച്ചു. മൂപ്പർ എഴുതിയിട്ട് ചേട്ടൻ എഴുതിയിട്ട് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. ഞങ്ങളുടെ കൊച്ചിന് സംശയിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം. എനിക്ക് തോന്നുന്നില്ല. നോക്കിക്ക്, അമ്മയുടെയും ചേട്ടന്റെയും ഒരു കോപ്പി അടിക്കുന്നത് കണ്ടില്ല. പക്ഷെ എവിടെയോ അവര് കോപ്പി അടിച്ചിട്ടുണ്ട്. സിമ്പിളാണ്. അമ്മയ്ക്കും ചേട്ടനും കൊച്ചിനെ അത്ര നന്നായിട്ട് അറിയില്ല, അത്രേ ഉള്ളൂ കാര്യം. ശരി ശരി. അടുത്ത ചോദ്യം തരട്ടെ. അടുത്ത ചോദ്യം തരട്ടെ. ഞാൻ മാക്കില്ല.
അല്ല നീ അതാണ് എനിക്ക് എല്ലാത്തിനും അക്കൗണ്ടബിലിറ്റി വേണം. നീ അതല്ലേ ഞാൻ വിചാരിച്ചാണ് വിചാരിച്ചേ. കുഴിമന്തി. അല്ല ഞാൻ കുഴിമന്തില്ല, ഞാൻ എന്താന്ന് അതെ, അത് അച്ഛനും അനിയനും അല്ല. നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? നിങ്ങൾ ഹാങ് ചെയ്യണേ? നോ, ലെറ്റ്സ് ഗോ. അല്ല നിങ്ങള് കോപ്പി അടിച്ചു എന്ന് വരുത്തി തീർക്കണം നിങ്ങൾ. അതാണ് എന്നിട്ട് വിട്ട് കൊടുക്കാണ്. ചേച്ചി is like, ആണോ? അല്ല ശരിക്കും പറഞ്ഞ ഫ്രൈഡ് റൈസ് ആണെന്നുള്ളത് ലെറ്റ്സ് ഗോ. ശരി, Yes, okay. third- അടുത്ത ചോദ്യം. Third question. എന്തൊക്കെ പറഞ്ഞാലും അവൻ ഈ ഒരു ആപ്പ് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യില്ല. ഏത് ബോൺസൈറ്റ് ആയിരിക്കും? അപ്പം തന്നെ. ഇത് പറ്റില്ല, ഇവര് കോപ്പി അടിക്കാണ്. ഇല്ല. ഓ ഫുൾ ഇങ്ങനെ എഴുതി പകുതി കാണിച്ചിട്ട് തിരിച്ചു പിടിച്ച പിന്നെ എന്തായാലും ഒരു വാക്ക് എഴുതിയോളൂ. അത് മതിയല്ലോ, മനസ്സിലാവില്ലേ? പോയി. അവളെ കണ്ടു ആൻസർ. ഞാനേ കണ്ടുള്ളൂ. രണ്ടുപേരുടെയും കണ്ടില്ലേ? നോക്കട്ടെ എന്താ എന്താണെന്ന് നോക്കട്ടെ. ചേട്ടനൊന്ന് ഗസ് ചെയ്തേ. എടാ, leader നെ ഒന്ന് കാണിക്കട്ടെ. ചേട്ടനോട് ചോദിക്കട്ടെ. ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റ. Obviously Instagram. പക്ഷെ ചേട്ടൻ കുറച്ച് പഴയതാണല്ലോ, അതുകൊണ്ട് ഫേസ്ബുക്കിൽ വാട്സാപ്പിൽ എത്തി. അപ്പൊ പോയി കേട്ടാ, ഒരു പോയിന്റ്. എന്താ ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാം. അഞ്ചിലൊന്ന്. ഓക്കെ, ഞങ്ങളിവിടെ 5 വാങ്ങാൻ ഇരിക്കുന്നവരാണല്ലോ. മോളെ നോക്കാം അടുത്തത്. 5 ഇഞ്ചിൽ 4-മത്തേത്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ തവണ അവൻ ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക്. എടാ, നീ ഇംഗ്ലീഷ് ഉപയോഗിക്കാറുണ്ടോ? ക്ലൂ ഒന്നും വേണ്ട, നേരെ ആൻസറിലേക്ക് പോട്ടെ. ചേട്ടാ ഒരു ക്ലൂ വേണ്ട. ഡെയിലി അവൻ റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു ഇംഗ്ലീഷ് വേർഡ് അതെന്താണ്? മലയാളത്തിലാണ്. ഞാൻ ഏതായിരുന്നു നിനക്ക് എന്താ വയ്യേ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, നോക്കട്ടെ നോക്കട്ടെ. എന്തെങ്കിലും ഗസ് ചെയ്തോ, വെറുതെ എഴുതിക്കോ. ഒന്ന് റോണിക്കുട്ട, എടാ മോനെ, മോനെ തുറന്നു ചുക്കുട്ടാ, വെക്കൂടാ. എനിക്ക് കരയാൻ തോന്നുന്നു. അല്ല അവര് ഏറ്റവും കൂടുതൽ റിച്ചു. മതി മതി, സെന്റൻസ് ഒന്നും വേണ്ട, വാക്ക് ഇവൻ മാത്രം മതി. പേരെന്തോ ആണ്. അയ്യോടാ. പോയി ശരിക്കും എനിക്ക് കരയാൻ തോന്നുന്നു. എന്താ അത്, ഞങ്ങളും കൂടെ അറിയട്ടെ. അത് ഇത് ഇവിടെ കാണിച്ചാണോ? കാണിച്ചോ. ഇവിടെ ചോദിക്കട്ടെ, അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണേ. ആണല്ലേ? പപ്പയ്ക്ക് തോന്നിയത് പപ്പയാന്ന്. പക്ഷെ ശരിക്കും അമ്മയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സങ്കടം തോന്നുന്നു ചേട്ടന്റെ കാര്യം ഓർത്തിട്ട്. ഓക്കെ, അതെ, ഇനി ഒരെണ്ണം കൂടി ഇനിയിപ്പോ നിങ്ങളുടെ കോപ്പി അടിക്കണുള്ള ഇത് മാറിയില്ലേ? We are playing, really we are playing. റിയൽ പ്ലെയർ. യെസ്, നമ്മള് കോപ്പി അടിച്ചൊന്നും ജയിക്കേണ്ട കാര്യം നമുക്കില്ല, അല്ലെങ്കിൽ തന്നെ നമ്മൾ ജയിക്കും. അല്ലേ ചേട്ടാ? നോക്കാം. ഓക്കെ, എന്നാ ശരി, ലാസ്റ്റ് ചോദ്യം പിടിച്ചോളൂ. ഇത് തെറ്റിക്കരുത്. സ്കൂളിൽ കോപ്പി അടിച്ചോ? സ്കൂളിൽ എവിടെന്ന് ഇങ്ങനത്തെ ഗെയിം കണ്ടുപിടിച്ചോണ്ട് വരണം? മൈൽസ്റ്റോൺ കമ്പനിയിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. അതെ, 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 അതെ. സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന അവന്റെ ഫ്രണ്ട് ആരാണ്? ഈശോയെ. അയ്യോ, എനിക്ക് traffic ആണ് വരുന്നത്. Traffic അല്ലേ സിനിമ? Traffic അല്ലേ? അവനാകെ ഒരു അല്ലേ, traffic അല്ലേ? ഫോൺ വിളിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്ന്. ഞാൻ ഫുൾ നെയിം എഴുതാം, അവന് സന്തോഷാവട്ടെ. പോയി. എനിവേ അച്ഛൻ നോക്കി, ഞങ്ങള് കണ്ടു. ഞാൻ എഴുതി കഴിഞ്ഞു. ആണോ? ഞാൻ എഴുതി കഴിഞ്ഞു. ആരെയാണ് മോനെ എപ്പോഴും വിളിക്കുക? വല്ലാതെ അക്യൂസ് ചെയ്യുന്നു ഞങ്ങളുടെ മോൻ എപ്പോഴും വിളിക്കണതോ? അവൻ ഊണിലും ഉറക്കത്തിലും അവൻ ആകെ വിളിക്കാൻ ഏബലേ ഉള്ളൂ. വീട്ടുപേര് അഡ്രസ് കൂടി എഴുത്. അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആദ്യം ഏബലിനെ വിളിക്കും. എടാ നീ എഴുന്നേറ്റോ? എന്തൊരു പരിപാടി? എന്താ പരിപാടി? അതാണ്, അല്ലാണ്ട് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. യെസ്, ഏബൽ, ദിസ് ഇസ് ഫോർ യു മാൻ. അപ്പൊ ഏബൽ ആണ് കേട്ടോ ഞങ്ങളെ മാനം കാത്തത്. ഓക്കെ, അപ്പൊ എനിവേ 5-ല് നിങ്ങൾക്ക് 3 മാർക്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. got 3 points. അപ്പൊ 2 points പോയിട്ടുണ്ട്. Yes. ഓക്കെ, ഇനി തിരിച്ചിങ്ങോട്ട് ചോദിച്ചോളൂ. Yeah. ഐറ്റംസ് തന്നു, ഇത് വാങ്ങിച്ചോളൂ. ഇപ്പൊ കാണിച്ചു തരാം. ഈ ചോദിച്ചതിൽ ഒരെണ്ണം ചോദിച്ചാൽ എന്നെ പറയാൻ പറ്റൂല. എനിക്ക് പറ്റില്ല. ഞങ്ങള് ഇന്ന് നമ്മള് പൊളിക്കും. റോണറ്റ്, യെസ്, നിന്റെ ആയുധം. Ronit and Nidha Prumi, ready? Ready. Yeah, okay. And your first question. ഇപ്പൊ ഇവിടെ വെച്ച് അവനൊരു ഇന്റർനാഷണൽ ട്രിപ്പ് ഓഫർ ചെയ്താൽ, ടൂർ ഓഫർ ചെയ്താൽ അവൻ എവിടെയായിരിക്കും ചൂസ് ചെയ്യാ? പെട്ടെന്ന് റോണറ്റ്. നമ്മളോട് ചോദിക്കും. കൊച്ചു എഴുതി കഴിഞ്ഞു കേട്ടോ.
ഇനി നമ്മളെ എവിടെയായിരിക്കും ഗസ് ചെയ്യാ? ഒന്ന് വേഗം പറഞ്ഞേ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. USA. ഞാൻ എന്താണ് മോൻ? ടോക്കിയോ ജപ്പാൻ ഞാൻ പറയാം ജപ്പാനില് നിനക്ക് പറയാറുന്നില്ലേ? ഞാൻ US ല് പോകുന്നു. അവൻ പറഞ്ഞു ഇല്ല ഞാൻ ജപ്പാനിലേക്ക് പോകുന്നുള്ളൂ. അല്ല അവൻ നഴിയിൽ 40 പ്രാവശ്യം അമേരിക്ക അമേരിക്ക അല്ല അമേരിക്ക അങ്ങനല്ല അവന് ജപ്പാൻ USA ഞാൻ കുറച്ചുകൂടി സെറ്റിൽ ആവാനാണ് പ്രിഫർ ചെയ്യുള്ളൂ. ഇറ്റ്സ് ലൈക്ക് ഒരു ഓഫർ എന്നാണല്ലോ പറഞ്ഞത്, ജസ്റ്റ് ഒരു ട്രിപ്പ് ആണല്ലോ. അച്ഛനും അമ്മയ്ക്കും ചോദ്യം കറക്റ്റ് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. പക്ഷെ എന്ത് ചെയ്യാം, ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിപ്പോയിരിക്കും. തെറ്റിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. റിലേറ്റഡ് ടു ഫുഡ് ചേച്ചിക്ക് അറിയാമായിരിക്കണം. അവൻ അപ്സെറ്റ് ആയിരിക്കുമ്പോ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഫുഡ് ഏതാ? ചോദ്യം മനസ്സിലായില്ല. മെന്റലി ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന അത് ചേച്ചിക്ക് അറിയാം, അവൻ അറിയില്ലെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, അവൻ എപ്പോഴും കഴിക്കാറുള്ളത് അതുകൊണ്ടാ. അല്ല സോറി അവൻ മെന്റലി ഡൗൺ ആയിരിക്കുമ്പോ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഫുഡ്. കുറച്ച് സങ്കടമൊക്കെ വന്നിരിക്കുക, എന്തെങ്കിലും ഗേൾ ഫ്രണ്ട് ആയിട്ട് വഴക്കുണ്ടാക്കിട്ടിരിക്കുമ്പോഴോ എനിക്ക് അങ്ങനെ അപ്സെറ്റ് ആവുമ്പോഴൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. വേണേലും കഴിക്കുന്ന ഫുഡ് അങ്ങനെയല്ല ചോദ്യം. അങ്ങനെയല്ല ചോദ്യം. എടാ കഴിഞ്ഞു. നോ കഴിഞ്ഞു, അവരെഴുതി കഴിഞ്ഞു. എന്തെങ്കിലും മധുര ഐറ്റം എന്തെങ്കിലും മധുര ഐറ്റം. നിങ്ങളുടെ ആൻസർ എന്താ? ചേച്ചി കുഴിമന്തിയാണോ എഴുതിയത്? ചിക്കൻ. യെസ്, അപ്പൊ ഒരെണ്ണം ശരിയായി. എങ്ങനെ അത്ര accurate അതെങ്ങനെയോ ചിക്കൻ വഴുതി വീണ് കറക്റ്റ് ആയത്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ചിക്കൻ. കോഴിയുടെ ആളാണല്ലേ അവൻ ചിക്കന്റെ ഐറ്റംസിന്റെ ആളാണ്. ആളാണ്, കോഴിയല്ല. അതാ. ഓക്കെ, അടുത്ത ചോദ്യം. തേർഡ് ക്വസ്റ്റ്യൻ ഈസ് അവൻ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് എന്തിനെയാണ്? ആർക്ക്? ഇവന്. പപ്പേനെ മമ്മീനെയൊന്നും അങ്ങനെയൊന്നുമല്ല കേട്ടോ. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ പേടിയുള്ളത് എന്താണ് അവന്? അവന് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് എന്തിനാ? നിനക്കെതിരെ ഏറ്റവും കൂടുതൽ പേടിയുള്ളതെന്ന് എഴുത്. അവന് ആരും പേടിയില്ല. ഒന്നിനെയും പേടിയില്ല. പേടിയോ? വേഗം എഴുത്, സമയമല്ലേ ഞങ്ങക്ക്. എന്ത് വേണല്ലോ. ഞാൻ ക്ലൂ തരുന്നു. പേടിയോ? ഇപ്പൊ ഈ പറഞ്ഞ ഇരുട്ടെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഹായ് പറഞ്ഞോണ്ട് പറഞ്ഞ എക്സാമ്പിൾ. ഫോർ എക്സാമ്പിളിന് ഞാനും പറഞ്ഞേ. അതിനിപ്പോ എഴുതണ്ട, വേറെ എന്തെങ്കിലും എഴുതാം. വേറെ എന്തെങ്കിലും. അല്ല, ഞാൻ അത് എഴുതണ്ട, അതുപോലത്തെ ഒരു സാധനം ഉദ്ദേശിച്ചത്. വേഗം എഴുത്, വേഗം എഴുത്. ഇത് നിങ്ങൾ ശരിയാക്കുകയാണെങ്കിൽ പേടി കേറുന്നത്. മൂന്ന് ചോദ്യം ചോദിച്ചിട്ട് ഒരെണ്ണം അയ്യോ, ഇതിപ്പോ പണിയായില്ല. ഇതിന്റെ സ്പെല്ലിങ് ഞാൻ പറഞ്ഞു. എന്താ സ്പെല്ലിംഗ് മേടിച്ചിട്ട് വേറെ ആൻസർ എഴുതുമോ? സ്പെല്ലിങ് പറഞ്ഞില്ല. ഏതാ? അയ്യേ, ചെക്കസ്ലോവാക്യ കുറച്ചെഴുതിയാ മതി. മാറ്റി പുള്ളി ആദ്യത്തെ അക്ഷരം ഗോവാന്നാക്കി. ചെക്കോസ്ലോവാക്യ എന്നാണ് എഴുതാൻ വന്നേ, അത് മാറ്റിട്ട് ഗോവാന്നാക്കി. എനിക്കൊന്നും കിട്ടുന്നില്ല. അയ്യോ, എന്നാലും എന്തെങ്കിലും എഴുതണം. പേടിപ്പിക്കുന്ന ഒരു ഇൻസിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ആലോചിച്ചെഴുത്. അവൻ എഴുതിയതൊക്കെ മാർക്കുന്നു. വേഗം എഴുതണ, സമയം. പോകുന്നുട്ടോ. ഞങ്ങക്ക് ഇത്രയും സമയം തന്നില്ല. നമുക്ക് വേണമെങ്കിൽ മറ്റേ ടൈമർ കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ മിടുക്ക, ഞങ്ങൾക്ക് മിടുക്കുണ്ടായിരുന്നു. ചേച്ചി ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ ചേച്ചി എന്തോ എഴുതിയിട്ടുണ്ട്. ഓക്കെ പറ. കാണിച്ചോ. എന്താണ് ആക്സിഡന്റ്. എന്താണ്? ക്ലോസ്ട്രോഫോബിയ. അങ്ങനെ ഒരു ഫോബിയ ഉണ്ടോ? ഹൈറ്റ് അല്ല, ക്ലോസ്ട്രോഫോബിയ കൂടുതൽ. ഇടുങ്ങിയ റൂമില് ലിഫ്റ്റില് ഒക്കെ നിൽക്കാൻ പേടിയുണ്ട് അല്ലെ? ലിഫ്റ്റില്ല, ലൈക്ക് തന്നെ ലൈക്ക് ഒരു ഇതിനകത്ത് കെട്ടിപ്പോ പായലൊക്കെ ഞാൻ പണ്ട് കൊച്ചാകുമ്പോ കളിക്കൂലോ. അപ്പൊ നമ്മളിങ്ങനെ റോൾ ചെയ്ത് കഴിയുമ്പോ പെട്ടെന്ന് എനിക്ക് ആദ്യം കയറും. ചെറുതായിട്ട് ഒറ്റ ചോദ്യത്തിന് ഉത്തരമാണ്. അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള നമ്മൾ ഞാൻ നിതനോട് ആൾക്കാരാണ് എന്റെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ തോറ്റ് തുന്നം പാടിക്കൊണ്ടിരിക്കുന്ന ടീമിനെ രമി ചേച്ചി തന്നെ ചൂസ് ചെയ്താണ്. ബിക്കോസ് സത്യം പറഞ്ഞ തോക്കൽ ടീമാണോ ജയിക്കണേ? അങ്ങനെയായിരുന്നു ചേച്ചി വിചാരിച്ചോണ്ടിരുന്നേ. അല്ല, ഞാൻ വിചാരിച്ചു പ്രോമിച്ചേനെക്കാട്ടിലും സ്മാർട്ട് നിതയാണ്. നിത അങ്ങനെ തന്ത്രപരമായിട്ട്
എല്ലാം ഒരു തെറ്റിദ്ധാരണ മനസ്സിലായില്ലേ? അതൊന്നുമല്ല, ഇത് സത്യം പറഞ്ഞ ഞങ്ങളുടെ രണ്ട് സ്നേഹം ഉള്ളതുകൊണ്ട് തോറ്റു കൊടുക്കുന്നു, അവരോടുള്ള സ്നേഹം. എടാ തോക്കട്ടെ എന്നിട്ട് പറ. 2 ചോദ്യം ഇനി ഉണ്ട്. ഗോ. യെസ്, അവൻ അമ്മയോട് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, അക്ഷരാഭ്യാസമുള്ള ആരോ ആണ് എഴുതിയത്. എന്താണ് ഇത് ഭയങ്കര ടഫ് ചോദ്യമാണ്. അവൻ എന്നോടൊന്നും റിക്വസ്റ്റ് ചെയ്യാറില്ല എന്നുള്ളത് ഏറ്റവും വലിയ സത്യം. അമ്മ എന്നെ വിളിച്ച ഏറ്റവും കൂടുതൽ അവൻ പറയുന്ന ഒരു കാര്യം. Yeah. വെള്ളം, ചായ, അല്ല അല്ല ഭക്ഷണം. കോപ്പി അടിക്കണം കോപ്പി അടിക്കണം. എന്റെ ഭാഗം അവൻ ചോദിക്കാറുള്ളത് ഇതാ. രമി ചേച്ചി, നിങ്ങളുടെ ടീമിൽ പലരും കോപ്പി അടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എഴുതി കഴിഞ്ഞു. ഇവിടെ എഴുതിക്കേണ്ട കാര്യമില്ല, അവിടെ എഴുതി തുടങ്ങുന്നേ ഉള്ളൂ. അവൻ നോക്കിയിട്ടില്ല, അവൻ വായിച്ചിട്ടും ഇല്ല. കഞ്ചേ എഴുതിയോ? എടാ, നോക്കട്ടെ. exam hall ൽ കാണിക്കുന്ന പോലെ. ഒക്കെ പ്രശ്നമാ. കാണിക്ക്. അവൻ കോളേജിൽ ചെയ്യുന്നത് തന്നെ ഇവിടെ ചെയ്യുന്നത്. ആ ശരി, അച്ഛനും അനിയനും ഗസ് ചെയ്ത്. ചോദ്യം ഒരു ചോദ്യം സുഖമില്ല. ഇതായിരുന്നു കേട്ടോ. അവൻ Confusing അമ്മയുടെ ആണ്. ഏറ്റവും- ആ എപ്പോഴും കൊറേ കാര്യങ്ങൾ ചോദിക്കാറുള്ളതുകൊണ്ട് നമുക്ക് കൺഫ്യൂസിങ് ആണ്. ഇത് അല്ല, ഞാൻ എന്നാലും- എഴുതിയാ മതി. അച്ഛനും അനിയനും എന്താ തോന്നണേ? അങ്ങനെ ഒന്നുമില്ല. പ്രത്യേകിച്ച് അങ്ങനെ ചേച്ചി ഇന്ന എന്താ കാര്യമൊന്നും എഴുതിയത് ഓക്കെ കാണിച്ചോ. മസാജ്, ഹെയർ മസാജ് ചെയ്യാൻ. ശരിയാണ് പക്ഷെ ഞാൻ എഴുതിയതല്ലാണ്ട്. അല്ല എഴുതിയത് അല്ല നീ ശരിയോ തെറ്റോ നീ എഴുതിയത് കാണിച്ചേ. അയ്യോ, കട സ്വഭാവം പറഞ്ഞിട്ടോ. ആ അങ്ങനെ തോൽവിയുടെ വക്കത്ത് നിൽക്കുക. അതിങ്ങനെ ഞങ്ങൾക്ക് ലാസ്റ്റ് ചോദ്യം ഇത് വേണ്ട. ചോദ്യം ശരിയല്ല. ചോദ്യമല്ലടാ, ഉത്തരം ശരിയല്ല. ഓക്കെ 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 ഓക്കെ, അങ്ങനെ അല്ല, പക്ഷെ അത് പറ്റില്ല. ചോദിക്കേണ്ടതില്ല. ഇവര് 3 പേർക്കും ഒരേ ഒരു ആൻസർ തന്നെയാണ്. അവനാണ് അവിടെ ചതിച്ചത്. കൺഫ്യൂഷൻ ആയിപ്പോയി. മൂത്ത മോനാണ് ചതിയൻ. ഹലോ ശ്ശേ. അത് പറയരുത്. ഇവർക്ക് രണ്ടുപേർക്കും കുഴിമന്തി ആയിട്ടും ഞങ്ങൾ രണ്ടുപേരും ഫ്രൈഡ് റൈസ് ശരിയാക്കിയവരാണ്. Yes. അപ്പൊ ഇനി ഒരു ചോദ്യം കൂടി ഉള്ളൂ. അതിലും കൂടി നിങ്ങൾ തോറ്റാൽ നമ്മൾ കൃതാർത്ഥരായി. അതെ. Okay? വീട്ടിൽ എന്തായാലും നിന്നോ- നിങ്ങൾ ജയിച്ചു. അതെ, ആ, എന്നാലും വീട്ടിൽ- വെറുതെ വീട്. വീട്ടിൽ നിന്ന് Satisfaction. എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മറക്കുന്ന ഒരു കാര്യം അവൻ. ഇവനോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. എല്ലാം മറക്കും. അവന് ഒന്നല്ല കൊറേ അതെ കൊറേ മറക്കും. ഒരേ മറക്കുന്നതിൽ ഒരു കാര്യം, വീടേ മറക്കും അവൻ. വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ല കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഞാൻ ആരാണ്? എപ്പോഴും മറന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ആ, നിധു ചേച്ചി ആ ജയിക്കാൻ സോറി വേണ്ടി. എനിക്കറിയില്ല. നോക്കാം. നോക്കണം അവനെ കാണിച്ചു കൊടുക്കരുത്, മറച്ചു പിടിച്ചേ. അച്ഛൻ നിധു ചേച്ചി വിശാല മനസ്കയാവുന്നുണ്ട് കേട്ടോ. അമ്മയല്ലേ ഒന്നും അല്ലെങ്കിലും. അപ്പന്റെ അപ്പനെ എഴുതുന്നില്ല. അല്ല. അവൻ എന്നാ ഇത് പോലെ എഴുതേ ഇല്ല. നോക്കട്ടെ, കാണിച്ച് നോക്കട്ടെ. റൂമിന്റെ കീ, Key, അതന്നെ. ഓ, Hostel ശരിയായി. key. Hostel key. ഹോസ്റ്റൽ കീ മേടിക്കാൻ അവൻ ഹോസ്റ്റലിലെ വാർഡനോ? അല്ല ഹോസ്റ്റലിലെ It has to be specific. അങ്ങനെയൊന്നും വേണമെന്നില്ല. അതായത് അവന്റെ ഹോസ്റ്റലിന്റെ റൂമിന്റെ കീ അതാണ് അതാണ് ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചത്. ഓ മൈ ആ, കൊടുക്ക് ഒരു മാർക്കല്ലേ. പോയിന്റല്ലേ കൊടുക്ക് പോട്ടെ. എന്തായാലും നമ്മള് ജയിച്ചു. ഫസ്റ്റ് ഓണത്തല്ലില് ഞങ്ങൾ നിങ്ങൾ ജയിച്ചിരിക്കുകയാണ്. Team Promise. ഞങ്ങളുടെ ചോദ്യങ്ങൾ വളരെ ഒരു കുഴപ്പമില്ല, സുഖമില്ലാത്ത ചോദ്യങ്ങൾ ചോദ്യങ്ങളാണ്. ഇല്ല. ഉത്തരം ഞങ്ങൾ എഴുതി നീ കണ്ടായിരുന്നോ? അതുപോലെ നിം, നിം, നിം. അവർക്ക് ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. തൃശ്ശൂരങ്ങടിയില് പാലപ്പൻ ബ്രെയിൻ സ്റ്റോമിംഗ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പാലപ്പൻ ചുടണമല്ലേ ഞങ്ങൾ ഇട്ടാണ്ട. അതൊന്നല്ല, വൃത്തിക്ക് ചോദ്യം ഉണ്ടാക്കിയത് ഞങ്ങളുടെ ടീമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ വൃത്തിക്ക് എഴുതാൻ രമി ചേച്ചിക്ക് അത് പറയുള്ളൂ. ഒരാളുടെ ചോദ്യം കൊണ്ടുവന്നതേ പുറത്തുനിന്നാണ്. നിങ്ങൾ വൃത്തികെട്ട ചോദ്യങ്ങളാണ് നമുക്ക് തന്നത്. അതെ. ജയിക്കാൻ വേണ്ടി ഏത് അറ്റം വരെ പോകുന്ന പറയുന്ന രമി ചേച്ചിയുടെ ടീമാണ്, പക്ഷെ തോറ്റുപോയി. സാരമില്ല, ഞങ്ങൾ ആ തോൽവി അങ്ങ് സഹിച്ചിരിക്കുന്നു. ഇനിയുണ്ട് 2 ഇനിയുണ്ട്. യെസ്, ഞങ്ങള് വളരെ സന്തോഷപൂർവ്വം ഈ തോൽവി സ്വീകരിച്ചിരിക്കുന്നു. അയ്യോടാ. അപ്പൊ ഈ തോൽവിക്ക് ഞങ്ങൾ ഒരു പനിഷ്മെന്റും ഉണ്ട്. ഓക്കെ, ഈ ടീമിന്റെ ലീഡർ എന്നുള്ള രീതിയിൽ എന്റെ കൂടെ നിൽക്കുന്ന അമ്മേനെ ഞാൻ ആ ടീമിലേക്ക് പറഞ്ഞു വിടുകയാണ്. യു ക്യാൻ കം ഹിയർ. ഇവിടെ വന്നിരുന്നു. എന്നിട്ട് പനിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഓണമല്ലേ, എത്ര വഴക്കുണ്ടാക്കി കഴിഞ്ഞാലും എല്ലാ ആഘോഷങ്ങൾക്കും നമ്മളൊരു മധുരമാണല്ലോ പങ്കിടാറുള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ നിത വന്ന് പ്രോമി ചേട്ടനും മോനും പായസം, ഓണത്തിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്, പായസം ഫീഡ് ചെയ്യാൻ കൊടുക്കാൻ പോവാണ്. അപ്പൊ അവിടെ ഇരിക്കാൻ സ്ഥലം വേണ്ടേ? അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. നിനക്ക് പായസം കിട്ടൂല. വെറുതെ അവിടെ ഇരുന്നിട്ട് ടീമിന്റെ ലീഡറായിട്ട് നിന്ന് ജയിപ്പിച്ച എനിക്കൊന്നുമില്ലല്ലേ. ഇവര് തമ്മിലുള്ള ഈ അമ്മന് ഭാര്യ ഭർത്താവിന്റെ സ്നേഹത്തോടെ അവര് പിന്നെ ഇങ്ങനെ ജയിപ്പിക്കണേ. ഞാൻ പ്രോത്സാഹിപ്പിച്ചത് കണ്ടില്ല. മോട്ടിവേഷൻ ഇതാ മോട്ടിവേറ്റർ. രവി ഭാഗ്യ ഭാര്യയുടെ സ്നേഹവും അമ്മയുടെ സ്നേഹവും ഇവിടെ നമ്മൾ കാണാൻ പോവാണ്. പായസം Yes, കൊടുത്തോളൂ. yes, പോയിട്ട് പായസം ഇപ്പൊ തരാം. പായസം തന്നെയല്ലേ? പായസം തന്നെ. അതൊരു അരമണിക്കൂറിനുള്ളിൽ അറിയാം. വന്നോളൂ. അപ്പം നമുക്ക് പായസം കൊടുക്കാം. നീ ഇത് അങ്ങോട്ട് പോയിക്കോളൂ. പായസം റെഡി. പായസം റെഡി. എന്റെ കണ്ണ് നിമ്മി മൊത്തം ഇങ്ങോട്ട് പോരെ. പാത്രത്തിലാണ്.
നിങ്ങൾ കഴിക്കാൻ റെഡിയാണോ? തോന്നുന്നു. ഇനി നമ്മുടെ നീത പ്രോമിച്ചാണ് സ്നേഹത്തോടെ പായസം കൊടുക്കുന്നത്. റോമിച്ചേട്ടാ അത്ര സ്നേഹമൊന്നും വേണ്ട, ഇച്ചിരി നീങ്ങുന്നോ? ദൈവമേ റോണിത് എന്താ പറയണേ? കഴിക്കാമോ? ഇല്ല ഇല്ല ഇല്ല, തോറ്റ ടീമിന് ഇല്ല കേട്ടോ, ചാ- ജയിച്ച ടീമിലുള്ള എനിക്ക് പോലും തന്നില്ല. അപ്പൊ എന്നെ ഒഴിവാക്കി. ആ കണ്ടോ? ഇനിയോ? ഇതെന്താ ഇത്? ഇല്ല ഇല്ല, മതി 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 മതി, അത്രയ്ക്കുള്ളത് മതി. ബാക്കി നമുക്ക് റോണിത് യെസ്, ഒരമ്മയുടെ വികാരം, ഒരു ഇത് കണ്ടോ, നൊമ്പരം അല്ലേ? കൊള്ളാമോ? കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ആണല്ലേ? മൈൽസ്റ്റോൺ മേക്കേഴ്സ് നോക്കട്ടെ എപ്പോ കൊണ്ടുവന്നാലും നല്ല നല്ലതാണോ സൂപ്പർ എന്ന്. യമ്മി പായസം തന്നെയായിരിക്കും. അതെ, ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നാ പോരെ? ആ, അപ്പൊ അല്ല, ഒരു- അല്ല, അല്ല, അല്ല. ചേട്ടാ സ്നേഹം മൊത്തം പോയോ? അല്ല പ്രോമിച്ചത് ഇവിടെ നീ ഇവിടെ ഇരിക്കുമ്പോഴാണ് കറക്റ്റ് നിന്നെ കാണാൻ പറ്റുള്ളൂ. യെസ്, അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. Yes, പായസം അപ്പം വന്നോളൂ. ആണോ? ആ, ചേച്ചി ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ തന്നിട്ട് പോവാം. വേണ്ട. ഇവിടെ ഒരു വാഴ കിടക്കുന്നു. അപ്പൊ നമുക്കിനി നമ്മുടെ അടുത്ത സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. യെസ്, ഷറൈഡ്സ് ആണ്. ആ. അപ്പൊ ഇത് സാധാരണ ഷറൈഡ്സ് പോലെയല്ല, ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. ആ. യെസ്, അപ്പൊ ഇത് കുട്ടി പേടിച്ചു. ഓണമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷറൈഡ്സിലേക്ക് കിടക്കാണ്. അപ്പൻ മോനെ വേണമെങ്കിലും മോൻ അപ്പനെ വേണമെങ്കിലും കാണിക്കാം. ഇതിനകത്ത് ഉള്ളതേ കാണിക്കാറുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനല്ല കേട്ടോ തുറക്കുന്നത്, ഇവരാരെങ്കിലും തുറന്നിട്ട് ഞാൻ തുറക്കണം. നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ആരാ കൂട്ടത്തില്? പപ്പ ചെയ്യട്ടെ. ആ, എന്നാ പപ്പ ചെയ്യട്ടെ. ഓക്കെ, തുറക്കാമോ? ആ യെസ് ചേട്ടാ. ആ സിമ്പിൾ കാണിക്കേ. ആ പെട്ടെന്ന് ആയിക്കോട്ടെ. ഞാൻ ആക്ട് ചെയ്ത് കാണിക്കണം. Yes, yes. മോനെ അവിടെ. അടുത്ത്. ഇവനോടാണോ കാണിക്കട്ടെ? ആ ഞാൻ വെച്ചാൽ അങ്ങടെയൊക്കെയാണ്. അല്ല, അല്ല, അല്ല. ഇങ്ങട്. നിങ്ങള് തമ്മില് എത്രത്തോളം മോൻ പറയുന്നു നോക്കട്ടെ. വാ- ആ, താന- വായടക്കേ, വായടച്ച് വെക്കുക. ഗസ് ചെയ്യണം. ഓണമായിട്ട് അവന് എന്റെ ബന്ധപ്പെട്ടതാണ്. പേര് അറിഞ്ഞൂടാ. രാജാവ് മാവേലി. Yes, 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 yes. ഇല്ല, അവൻ പറഞ്ഞു. അതിനും അവൻ പറഞ്ഞു. അതാണ് കാണിച്ചത്. പിന്നെ അടിക്കണം. ഞാൻ വിരിച്ചു മറ്റേ ആ കൊട ഉരുളടിയാണ്. കാണിച്ചതാടാ. ഞാൻ വിരിച്ചു ഉരുളടിയാണ്. ഓണത്തിന്റെ ആണ്ട് അത് മനസ്സിലാക്കി. ഓണത്തിന്റെ സാധനങ്ങളാണ്. ഞങ്ങൾ ഗസ് ചെയ്ത് കറക്റ്റ് ആണ്. യൂനോ പ്രോമിയുടെ ടീം എപ്പോഴും ഫസ്റ്റ് ആണ്. അയ്യേ. നിങ്ങൾ കൂടെ പപ്പ കാണിച്ചത് തെറ്റാ. ഓണം ഞാൻ ഇവനെ ഓണത്തിന്ന് വിട്ടുപോയി. അപ്പൊ ഓണം ഞങ്ങൾ തെറ്റിച്ച് പറയാൻ ഉദ്ദേശിച്ചല്ല. ഓണത്തിന്റെ രാജാവ്. ഞങ്ങൾ തെറ്റിച്ച് പറയാൻ ഞാൻ വിരിച്ചു പപ്പ കാണിച്ച മറ്റേ ഉരുളടിയാണ്. അതാണ് മാവേലി എന്ന് പറഞ്ഞത്. അടി തുടങ്ങി. ആ ഓക്കെ, അപ്പൊ ശരി. ഇവിടെ നിങ്ങൾ ആരെ എടുക്കുന്നത്? റോണിത്ത് ആണോ? അല്ലേടാ? എടുത്തോ. അവൻ അഭിനയിച്ച് കാണിക്കണോ ഇനി? യാ ചെയ്യട്ടെ. ഓണമായിട്ട് പൊന്നു റിലേറ്റഡ്. മോനെ കറക്റ്റ് ആയിട്ട് അഭിനയിക്കണേ. ഞാൻ നോക്കട്ടെ എന്താന്ന്. അവന് വായിക്കാൻ വായിക്കാൻ പറ്റുമോ? അവനത് ആദ്യമായിട്ടാ കേക്കണേ. ആരെങ്കിലും വായിച്ച് പറഞ്ഞു കൊടുക്ക. ഓക്കെ ഓക്കെ. അല്ല അത് എഴുതിയേക്കണ രീതി തെറ്റി. എടാ, ഒരു വാക്കാണോ? നോക്കട്ടെ. ആ ഒരു വാക്ക്. പുള്ളിക്കാരി പറഞ്ഞ പോലെ തന്നെ. ആ മാറ്റി. തിരുവാതിര. ആ, പെട്ടെന്ന് കിട്ടി കണ്ടോ, എത്ര ഞാൻ പെട്ടെന്നാണ്. വിളിച്ചു കഥകളിയാണ്. തിരുവാതിര. Okay. ആ. പെട്ടെന്ന് കിട്ടി. അടുത്ത അവന് കൊടുക്ക്. അല്ല, ഒരാൾ തന്നെ. ഒരാളെന്ന് ചെയ്യണം. അങ്ങനെയുണ്ടോ? ആ. അത് മാറി മാറി ചെയ്യണല്ലേ രസം. ഐഷ്. ആ, സംസാരിക്കരുത്. പ്രോമിച്ചേട്ടാ. എടാ, വായനക്കാൻ പാടില്ല. പൂക്കളത്തില് പൂക്കളത്തിലല്ലടാ. നീ ഒന്ന് നിമ്മിയെ സപ്പോർട്ട് ചെയ്യരുത്. മന്തി. നിമ്മി മിണ്ടാൻ പറ്റില്ല. മന്തി. ഡിസ്ട്രാക്ട് ചെയ്യാനൊന്നും മന്തി, മന്തി. പറ്റില്ല. ഓണത്തിന് എവിടെയാടാ മന്തി? നാളെ അതൊക്കെ പറ്റും. 7up. പറ്റും. നീ ഒന്ന് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചു നോക്ക്. 7up. Thumbs up. No. നിമ്മി no. ഇപ്പൊ ഞങ്ങള് സമ്മതിക്കും. നിങ്ങൾ ഇതേ വാ. അതൊന്നും അങ്ങോട്ട് ആ കമ്മ്യൂണിക്കേറ്റ് ഞങ്ങൾ കമ്മി. Thumbs up. ഉം, ഇന്ന് ഇന്നലെ ഉം. എടാ, നാളെ. ആ, അയ്യോ Thumbs up മേടിച്ച് കുടിക്കും. പപ്പ ആ. ആ പപ്പ ഉം. എഴുത് ആ, ബുക്കോ അതന്നെ. ആ. അല്ല 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 അല്ല. മാറ്റി വെച്ചു. എനിക്ക് വേണ്ടിട്ട് 1 ഞാൻ 2 ഇതെന്താ ഇതെന്താ 3 സമയമായില്ല. 4 പപ്പ 5 ഏറ്റവും ബെസ്റ്റാ 6 7 8 സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഞാൻ പറയട്ടെ. അപ്പൻ എടാ, അപ്പന്ന് പറഞ്ഞാണ് ഓണത്തപ്പന്ന് പറയാൻ ശ്രമിക്കുക. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടേ? കഷ്ടായിട്ട്. മനസ്സിലായിരുന്നോ? എടാ ഇത് കാണിച്ച തന്ത വിരൽ തന്ത നിന്റെ തന്ത. അത് നിങ്ങളുടെ ഇടയിൽ അറിയുള്ളൂ, ഇവർക്ക് അറിയില്ല. ശരി. അപ്പന്റെ വേറൊരു വാക്കാണ് ഞാൻ ഓക്കെ. അത് പക്ഷെ okay. പാടാ, അത് പാടാ. ഇച്ചിരി പാടാ. അത് അവര് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ആ, പറയും. ഞാൻ വേറെ വാക്കാം. അങ്ങനെ കാണിക്കാനല്ലേ പറ്റുള്ളൂ. Yes. ഉറിയടി. Yay! അത് ഞങ്ങൾ ജയിച്ചു. ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ. അതൊന്നുമില്ല. ഓണത്തപ്പനൊക്കെ ഞാൻ ചെയ്യണ ആ. ഞാൻ ചെയ്യണമെന്ന് മോനെ നന്നായിട്ട് അഭിനയിക്കണം കേട്ടോ. എന്നെ നിമ്മിനെ കാണിച്ചു കൊടുക്കണ്ടേ? നിമ്മി ഫുൾ അതിന്റെ ആ, ക്ലൂ ഇട്ട് പറയും. ഒന്ന് കാണിച്ച് നോക്കണേ. നിമ്മി ക്ലൂ ഇട്ട് കൊടുക്കരുത്. അതെ. ചേട്ടൻ ഇവിടെ നോക്ക്, സംസാരിക്കരുത്. ചണ്ട
അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഓണമായിട്ട് ബന്ധപ്പെട്ട്. പുലികളി. Exactly, yes. അയ്യോ ഇവൻ അഭിനയിക്കാൻ അറിയാലോ, ഇവനെ കൊണ്ട് കൊടുത്താൽ മതി ഫുൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കണം. പാടില്ല ഫുള്ള്. ഒന്ന് നോക്കൂ, ഞാൻ എന്താണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. ആയിക്കോട്ടെ. അതെ പോയിന്റ്സ് എണ്ണുന്നുണ്ടോ? പോയിന്റ്സ് എണ്ണുന്നുണ്ടോ? നിങ്ങക്ക് രണ്ടുള്ളൂ, ഞങ്ങക്ക് 2. പോയിന്റ്സ് എണ്ണുന്നുണ്ടല്ലോ അല്ലെ? ഞങ്ങൾക്ക് 3. അല്ല ഞങ്ങൾ ഓണത്തപ്പം കൂട്ടില്ല. 2-2. ഓണവാക്കുകളൊന്നും എനിക്കറിഞ്ഞൂടാ. ഇന്ന് പായസം. പായസം. ഇന്നിപ്പോ കഴിച്ചെന്താ? അവർക്ക് ഭയങ്കര ഈസിയാണോ? അവർക്ക് ഈസിയാണ്. ഭയങ്കര ഈസിയാണ്. ഓണത്തപ്പന്നെ എവിടുന്ന് കിട്ടി? അതെ ഓണത്തപ്പൻ. ഹലോ, എനിക്ക് ഈ ഫസ്റ്റ് കാർഡ് റൗണ്ട് മാറ്റണം. ഫുൾ ഈസി ആയിരുന്നു. എനിക്ക് ഈ അടുത്ത കാർഡ് കൊടുത്തേ. ഒന്ന് ഞാനാ? അത് ഷാപ്പി, അപ്പൊ അതെനിക്ക് ഏറ്റവും പാട്. ഞാൻ 2 പറഞ്ഞു, നീ എന്നെ പറഞ്ഞോ? ഇതിപ്പോ എത്ര എണ്ണം ബാക്കി? എല്ലാം കൂടെ മിക്സ് ചെയ്താ. ആങ്കർ നോക്കിട്ടൊക്കെ കൊടുക്കണേ. എനിക്ക് നോക്കാം. ആരാ ആരാ? ചേട്ടനല്ല. ഞാൻ ചെയ്യാം. അത് ചെയ്യാം. ചേച്ചി ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട്? മാറ്റി പിടിച്ചു കൊടുക്ക. ഇടി ഇടി ദേ കണ്ടു, അപ്പൊ കണ്ടു. കണ്ടോ? ഇല്ല 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 ഇല്ല. സിമ്പിൾ. ഉരുളി. കിണറ് യെസ് യെസ് ഓണപ്പൂക്കളം. കറക്റ്റാ കറക്റ്റാ. എന്നാ മോനെ, അയ്യോ, നമ്മുടെ ഒന്നേ ഉള്ളൂ. ആരാ നിതക്കല്ലേ? പൂക്കളല്ലേ? അതെ. 1 2 4 എണ്ണല്ലേ ഉള്ളൂ. 4 Scrap ചെയ്യരുത്. 4 ടഫ് അവിടെ തുടങ്ങി. കൊടുത്തു. ഓണം മാവേലി, വാമനൻ, ക്ലോസ് ആയി. അടുത്തു. പുള്ളി പിടിച്ചു. സമയം കഴിഞ്ഞു. സമയം കഴിഞ്ഞു. സമയം കഴിഞ്ഞു. സ്ഥലത്തിന്റെ പേര് സ്ഥലമല്ലേ? അമ്മന് ആ സ്ഥലത്തിന്റെ പേര് കിട്ടണ. സമയം കഴിഞ്ഞു. വിളിച്ച് പാതാ. ആ സ്ഥലത്തിന് അതിന്റെ സ്ഥലത്തിന്റെ പേര് കിട്ടണ്ടേ? പെരുമ്പാവൂർ അറിയാത്തില്ലേ? നിനക്ക് ആകെ അറിയാവുന്ന പെരുമ്പാവൂർ ബോധങ്ങളല്ലേ? ആ സ്ഥലത്തിന്റെ പേര് കിട്ടണ്ട. എനിക്ക് മനസ്സിലായി. എനിക്കിപ്പോ സ്ഥലത്തിന്റെ പേര് കിട്ടില്ല. ആ കുഴിച്ച. അപ്പൊ എന്തായാലും നമ്മുടെ സെക്കൻഡ് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോ റൗണ്ടിലേക്ക് വന്നപ്പോ ഈക്വൽ. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു. അവര് അല്ലല്ല ഓണത്തപ്പൻ. പറഞ്ഞു. ഓക്കെ. ഞങ്ങൾക്ക് ഇവിടെ പാതാളം പോയി. അല്ലല്ലോ, ഇവര് 2 പറഞ്ഞില്ല. അല്ലല്ലല്ല നിങ്ങള് Okay, 3 okay, ഞങ്ങളും 3. അപ്പൊ 2 ടീമിലുള്ളൊരു 3-3 നിൽക്കാണ്. 2 പേർക്ക് ഒന്നും മിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും കമ്പനി ഡിസൈഡ് ചെയ്തിരിക്കുന്നു 2 ടീമിനും പനിഷ്മെന്റ് ഉണ്ട്. എന്റെ ടീമും പായസം കുടിക്കണം. ഇത് കമ്പനി എന്നൊക്കെ പറയുമ്പോ ഞാൻ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണോ? അല്ല, മൈൽസ്റ്റോൺ കമ്പനി. കമ്പനിയാണ് ഞങ്ങൾ. മൈൽസ്റ്റോൺ മേക്കേഴ്സ്. അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ ഇതൊരു നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. ആക്ടിങ് സെഗ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മളും ഇവരുടെ കൂടെ ഒരു പാട്ടായിട്ടൊന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ചേട്ടൻ പറയും ഫസ്റ്റ്. ഇതോടുകൂടി ഈ 2026 ഇന്നത്തെ ഈ അത്തത്തിന്റെ ഈ ഒരു എപ്പിസോഡ്, ഓണത്തൽ എപ്പിസോഡ് 1 കൂടി ഞാൻ ഇനി മുതൽ ഇന്റർവ്യൂ കൊടുക്കുന്നില്ല, നിർത്തി എന്ന് വളരെ സീരിയസ് ആയിട്ട് പറയാ. സെയിം തിങ് നിതയും അങ്ങോട്ടും ഇങ്ങോട്ട് പറയണോ? എമ്മി വിട്. ഞാൻ പ്രോമിയോട് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇന്റർവ്യൂ കൊടുക്കാതിരിക്കണ്ടാന്ന്. അവരൊന്നും അങ്ങനെ ചെയ്തില്ല. ഇതാ എന്തായി കാണിക്കണേ? എനിക്ക് തോന്നാൽ ഇത് ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നത് ശരിയാവോ? എന്റെ ഇത് ഇവര് ഇത്രയും മന്ദബുദ്ധിത്തരം കാണിക്കുന്നു ഞാൻ വിചാരിച്ചോ? ഞാൻ പറഞ്ഞതാ ഇത് വേണ്ടാന്ന്. ഓക്കെ, ഇപ്പൊ നീ എന്തായാലും തുടങ്ങിയില്ല, തീർക്ക്. നമുക്ക് ഇതോടെ പരിപാടി നിർത്താം. എനിക്ക് പറ്റില്ല. പ്ലീസ്. ഇല്ല, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതിന്റെ പ്രശ്നം വെക്കാൻ കേട്ടോ, മനസ്സിലാക്കാം. എന്നിട്ട് നിതാ ഞാൻ മന്ദബുദ്ധി തരം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഭാഗ്യം. ഞാൻ എന്നിട്ട് കേട്ടില്ല എന്താ പറഞ്ഞെന്ന്. അല്ല, വന്നപ്പോ മുതൽ എന്തൊക്കെയാ ചോദിക്കണമെന്നോ എന്തോ മന്ദബുദ്ധിത്തരം. ചോദിക്കണം. എന്തൊക്കെയാ മന്ദബുദ്ധിത്തരം കാണിക്കും. അടുത്തിരുന്നിട്ട് മൂത്തേ നിങ്ങൾ അഭിനയിക്കാൻ പറഞ്ഞിട്ടല്ലേ ഇത്? അഭിനയം ഓക്കെ ആയിരുന്നില്ലേ? സൂപ്പർ പക്ഷെ that was good. അഭിനയൊക്കെ സൂപ്പർ ആയിരുന്നു.